മനുഷ്യരെ അവർ ജനിച്ച ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ കോളങ്ങളായി തിരിച്ച് അവരോട് നിരന്തരം അനീതി ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഈ നാട്ടിൽ കഴിഞ്ഞ 10-70 വർഷത്തിലധികമായി ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊലപ്പെടുത്തുകയും ആയിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ നടത്തുകയും ഈ നാട്ടിലുള്ള സഹവർത്തിത്വത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് ലാഭം കൊയ്തുകൊണ്ട് ഈ നാട്ടില് വംശീയതയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മേൽക്കോയ്മക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ മറ്റു മനുഷ്യ വിഭാഗങ്ങളെ അടിമപ്പെടുത്തിക്കൊണ്ട് ഭരണം നടത്തണമെന്ന് ആഗ്രഹിച്ച് അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ബലത്തിൽ ഈ നാട്ടിൽ എമ്പാടും അക്രമങ്ങളും അനീതിയും പ്രവർത്തിച്ച ഒരു പ്രത്യയശാസ്ത്രം അത് അധികാരത്തിലെത്തി. സംഘപരിവാർ എന്നൊരു പ്രത്യയശാസ്ത്രം അത് അധികാരത്തിന്റെ രൂപം പൂണ്ട് അധികാരത്തിന്റെ എല്ലാ വിധത്തിലുള്ള ഉപയോഗങ്ങളും നടത്തിക്കൊണ്ട് അധികാരത്തിന്റെ എല്ലാ വിധത്തിലുള്ള ടൂളുകളെയും ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിൽ അവരുടെ വംശീയ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2014 മോഡി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് നിരന്തരമായിട്ട് നമ്മളുടെ തെരുവുകളും സമൂഹവും നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടേ ാണ്. ഈ നാട്ടിലെ ദളിതരെ, ഈ നാട്ടിലെ തൊഴിലാളികളെ, ഈ നാട്ടിലെ കർഷകരെ, ഈ നാട്ടിലെ മുസ്ലിങ്ങളെ, ഈ നാട്ടിലെ ക്രൈസ്തവരെ, ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെ, ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ടുണ്ടായിരുന്ന സമൂഹങ്ങൾക്കെല്ലാം മേൽ അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് അവർ നിരന്തരമായി ഇവിടുത്തെ ഭരണകൂടത്തിന്റെ, ഇവിടുത്തെ ഭരണഘടനയെ, പാർലമെന്റിനെ, കോടതികളെ എല്ലാത്തിനെയും ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമങ്ങളെ എല്ലാത്തിനെയും ഉപയോഗിച്ചുകൊണ്ട്, അധികാരത്തിന്റെ എല്ലാ സ്ഥാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി പീഡിപ്പിക്കുന്ന അവരെ ഈ നാട്ടിൽ നിന്ന് വംശീയമായി ഉന്മൂലനം ചെയ്യുകയോ അടിമകളായി വെക്കുകയോ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുകയും നിയമമില്ലാതെയൊക്കെയും നിരന്തരമായിട്ട് അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ്. നിരന്തരം അത്തരത്തിലുള്ള മനുഷ്യരെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന, അത്തരത്തിലുള്ള അനീതികളെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അഖ്ലാഖിനെ കുറിച്ചിട്ട്, ഫഹ്ലു ഖാനെ കുറിച്ചിട്ട്, അഫ്രസുൽ ഖാനെ കുറിച്ചിട്ട്, ബാബരിയെ കുറിച്ചിട്ട്, നമ്മൾ നജീബ് അഹമ്മദിനെ കുറിച്ചിട്ട്, നമ്മൾ രോഹിത് വെമുലയെ കുറിച്ചിട്ട് ഈ തെരുവുകളിൽ സിഎഎക്കെതിരെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, പൗരത്വ പട്ടികക്കെതിരെ, ഈ നാട്ടിലെ കർഷകർക്കെതിരായ നിയമങ്ങൾക്കെതിരെ, ഈ നാട്ടിലെ ക്രൈസ്തവർക്കെതിരായ നിരന്തരമായ അതിക്രമങ്ങൾക്കെതിരെയൊക്കെയും തെരുവിൽ സംഘപരിവാറിനെതിരെ നിരന്തരമായിട്ട് പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് SIO അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹം എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ SIO ഈ അർത്ഥത്തിലുള്ള ഹിന്ദുത്വ മാർക്സിസത്തിനെതിരെ എന്ന ടൈറ്റിലിൽ ഒരു പരിപാടിയുമായിട്ട് ഈ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് വരുന്നത് ഈ സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയും സംഘപരിവാർ കേന്ദ്രത്തിൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അതേപടി കേരളത്തിന്റെ മണ്ണിലും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPM എന്നുള്ളത് അവരവരുടെ എല്ലാ അതിർവരമ്പുകളും കടന്നുകൊണ്ട് ഹിന്ദുത്വയെ പുൽകിക്കൊണ്ടിരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിൽ നിന്ന് മാറി ഹിന്ദുത്വ മാർക്സിസത്തിലേക്കുള്ള അവരുടെ പരകായ പ്രവേശം, അതിന്റെ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുസമ്മേളനവുമായിട്ട്, ഇത്തരത്തിലുള്ള ഒരു പ്രചരണവുമായിട്ട്, ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായിട്ട് SIOവിന് മുന്നോട്ട് വരേണ്ടി വന്നത് എന്നുള്ളതാണ് SIOവിന് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നല്ല ഇത്. നമുക്കറിയാം ഈ രാജ്യത്ത് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെ തട്ടുകളായി തിരിച്ചുകൊണ്ട് അവരോട് നിരന്തരമായി അനീതി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെതിരെ ജനാധിപത്യത്തിലും ഈ നാടിന്റെ നന്മയിലും സമാധാനത്തിലും വിശ്വസിക്കുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാം ചേർന്ന് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് എന്നാണ് SIO ഈ സന്ദർഭത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ RSSനെതിരെ, സംഘപരിവാറിനെതിരെ നിരന്തരമായി ഞങ്ങളാണ് അതിനെതിരെയൊക്കെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ബ്രണ്ണൻ കോളേജിലെ വാളിനിടയിലൂടെ നടന്ന കഥയും അങ്ങനെയുള്ള ഒരുപാട് തള്ളലുകളുമായിട്ട് ഞങ്ങളാണ് സംഘപരിവാറിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷം
ചെയ്തുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ട് ഈ സമൂഹത്തിന് മുന്നിൽ പറയുക എന്നുള്ളത്, അവരുടെ തനി സ്വരൂപത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ സംഘപരിവാറിന്റെ വംശീയതയെ ചെറുക്കുന്നതിന് സമാനമായ സ്വഭാവത്തിൽ പ്രാധാന്യമുള്ളതാണെന്ന്, അതിന് സമാനമായ പ്രാധാന്യമുള്ളതാണെന്ന് എസ്ഐഒ മനസ്സിലാക്കുന്നു. നിങ്ങളൊരിടത്ത് പരിശോധിച്ച് നോക്കൂ. 2016 ഇവിടെ പിണറായി വിജയൻ അധികാരത്തിലെത്തിയതിനു ശേഷം അവർ നിരന്തരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളിലെയും അവർ സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളിലെയും ഈ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സമാനമായ എത്രമാത്രമുള്ള മുന്നോട്ട് പോക്കലുകളാണ്, എത്രമാത്രം നടപടികളാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കണം. കഴിഞ്ഞ തുടർ ഭരണത്തിന് ശേഷം 2016 മുതൽ 2024 വരെയുള്ള ഈ കാലയളവിൽ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇവിടുത്തെ പിണറായി സർക്കാർ നിരന്തരമായിട്ട് വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസിന്റെ നിരന്തരമായിട്ടുള്ള ഹിന്ദുത്വയോടുള്ള ഇവിടുത്തെ സംഘപരിവാറിനുള്ള അഭിനിവേശവും സംഘപരിവാറിന് വേണ്ടിയിട്ട് അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടകളും, അവരുടെ സംഘപരിവാറിന്റെ എതിരാളികളെ നിരന്തരം വേട്ടയാടുന്ന, സംഘപരിവാറിനെ നിരന്തരം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പോലീസിനെ കുറിച്ചിട്ട് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇത് കേവലമായിട്ട് പോലീസിനുള്ളിൽ സംഘപരിവാറിന്റെ ഒരു ആശയം സംഘപരിവാർ നടപ്പിലാക്കുക എന്നുള്ളതിലപ്പുറത്ത് ഇതിനെ പരിശോധിച്ചു പോയാൽ എന്താണ് പോലീസിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു പോയാൽ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയ സമയത്ത് ആരെയാണ് പോലീസ് ഉപദേഷ്ടാവായി നിയമിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ രമൺ ശ്രീവാസ്തവ എന്ന ഒരു പേരിനെ നമുക്ക് കാണുവാൻ പറ്റും. ആ പോലീസ് ഉപദേഷ്ടാവിന്റെ ഉപദേശത്തിൽ തുടങ്ങിയതാണ് പിണറായി സർക്കാരിന്റെ പോലീസ് നയം എന്നുള്ളത്. അത് കേവലമായിട്ടൊരു അബദ്ധത്തിൽ നിന്ന്, പോലീസുകാരുടെ അബദ്ധത്തിൽ നിന്ന് സംഭവിക്കുന്നതല്ല എന്നുള്ളത് രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേഷ്ടാവായി നിയമിച്ചതിൽ നിന്ന്, ആരിൽ നിന്നാണ് തങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് CPM-ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് രമൺ ശ്രീവാസ്തവയെ പോലീസ് ഉപദേഷ്ടാവായി വെക്കുന്നത്. രമൺ ശ്രീവാസ്തവയെ പോലീസ് ഉപദേഷ്ടാവായി വെച്ച ഒരു പോലീസിനും ഭരണകൂടത്തിനും ഇതേ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രങ്ങളെ പിന്തുടരുകയല്ലാതെ അതിന്റെ കേന്ദ്രത്തിൽ എന്താണോ മോഡിയും BJP-യും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെ കേരളത്തിൽ നടപ്പിലാക്കുകയല്ലാതെ മറ്റൊന്ന് സാധ്യമല്ല എന്നുള്ളത് രമൺ ശ്രീവാസ്തവയുടെ ചരിത്രത്തിനെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, പുതുപ്പള്ളി തെരുവിലെ സിറാജുന്നിസ എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തെ കുറിച്ച് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും. പോലീസ് ആസൂത്രിതമായി മുരളി മനോഹർ ജോഷി നടത്തിയ ഏകതാ യാത്രയുടെ സമയത്ത്, രഥയാത്രയുടെ സമയത്ത് പുതുപ്പള്ളി തെരുവില് തന്റെ വീടിന്റെ മുറ്റത്ത് മണ്ണുവാരി കളിച്ചിരുന്ന സിറാജുന്നിസ എന്ന മുസ്ലിം പെൺകുട്ടി എങ്ങനെയാണ് വെടിവെപ്പിലൂടെ കൊല്ലപ്പെട്ടത് എന്നുള്ളത്, ആ കൊല്ലപ്പെട്ട 9 വയസ്സുകാരി പെൺകുട്ടിയെ കുറിച്ചിട്ട് 200ഓളം ആളുകളെ നയിച്ച് കലാപാഹ്വാനം നടത്തിയെന്ന പോലീസ് രേഖയുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ചു നോക്കിയാൽ രമൺ ശ്രീവാസ്തവയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ആ രമൺ ശ്രീവാസ്തവയെ പോലീസ് ഉപദേഷ്ടാവായി നിയമിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ അവരുടെ പോലീസ് നയങ്ങൾ തുടങ്ങിയത്. അതിൽ നിന്നിങ്ങോട്ട് നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാലും എങ്ങനെയാണ് പോലീസ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോട്, ദളിതരോട്, മുസ്ലിങ്ങളോട് നിരന്തരമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, നിരന്തരമായിട്ട് കേന്ദ്രത്തിൽ BJP-യും RSS-ഉം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനമായ സ്വഭാവത്തിൽ മുസ്ലിങ്ങളായ ആളുകൾ പ്രതിസ്ഥാനത്ത് വരികയോ അല്ലെങ്കിൽ ആരോപണ വിധേയരാവുകയോ അല്ലെങ്കിൽ അവരെ നിരന്തരമായി ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മറുപക്ഷത്ത് RSS സംഘപരിവാർ പ്രതികളായി വരുന്ന കേസുകളിൽ എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നിരന്തരമായി സംസാരിച്ചതാണ്. CAA കേസുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചാണ്. പൗരത്വ ഭേദഗതിക്കെതിരായ
പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിന് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളത്തിൻ്റെത്. ഞങ്ങൾ സംഘപരിവാറിനെതിരെ ഉള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കിയെന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുക. എന്നാൽ ആ പൗരത്വ സമരത്തിന് നേതൃത്വം നൽകിയ ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയ മനുഷ്യർക്കെതിരെ നിരന്തരമായി എടുത്ത കേസുകൾ അത് പിൻവലിക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞതിന് ശേഷവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ കേസുകളിലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. റിയാസ് മൗലവിയുടെ കേസിൽ എന്താണ്, എങ്ങനെയാണ് സംഘപരിവാറിന്റെ പ്രതികളായ ആളുകൾ രക്ഷപ്പെട്ടു പോയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് ആ കേസിൽ ഗൂഢാലോചന കോടതിക്ക് മുന്നിലേക്ക് എത്താതിരുന്നത് എന്നുള്ളതിന് നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് അതിലെ പ്രതികൾ അതിൽ നേരിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ മാത്രമായി ഒതുങ്ങിയത് എന്നുള്ളതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് കേരളത്തിൽ കഴിഞ്ഞ 5-8 വർഷമായിട്ട് പോലീസിന്റെ സമീപനങ്ങളെ നമ്മൾ ഓരോന്നെടുത്തു നോക്കിയാലും അത് കത്തുവയിലെ ഹർത്താലുമായി ബന്ധപ്പെട്ട കത്തുവ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട കേസുകൾ എടുത്തു നോക്കിയാൽ അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ സംഭവ വികാസങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അത് എരഞ്ഞിമാവിലെ ഗെയിൽ സമരമായാൽ പറവൂരിലുള്ള മുജാഹിദ് പ്രവർത്തകര് അവിടെ പ്രബോധനം നടത്തിയപ്പോൾ ഉണ്ടായ കേസായാല് ഏറ്റവും അവസാനം കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടന കേസായാല് ഈരാറ്റുപേട്ടയിലുള്ള കുട്ടികൾക്കെതിരെ എടുത്ത വധശ്രമ കേസായാല് ഇങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാലും പോലീസ് എത്രമാത്രം വംശീയ മുൻവിധികളോടെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഇത് കേവലമായിട്ട് പോലീസിനുള്ളിൽ സംഭവിക്കുന്ന RSSന്റെ ഒരു ഓപ്പറേഷൻ എന്നതിലപ്പുറത്ത് CPMന്റെ നയപരമായ തീരുമാനങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കപ്പെടുന്ന ഒന്നാണിത് എന്ന് മനസ്സിലാക്കുവാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും സാധിക്കുന്നതാണ്. അതാണ് ഏറ്റവും അവസാനത്തെ സംഭവം നമ്മളെ സൂചിപ്പിക്കുന്നത്. അജിത് കുമാറിനെ കുറിച്ചിട്ട് എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. നമ്മളാരുമല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടനയല്ല, അവരുടെ പാർട്ടിയിലുള്ള PV അൻവർ MLA ആണ് അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തൃശ്ശൂരിലെ സുനിൽ കുമാറാണ് നിരന്തരമായി CPI ആണ് നിരന്തരമായിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. സംഘപരിവാറിന് കേരളത്തിലെ അക്കൗണ്ട് തുറക്കുവാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പൂരം കലക്കുന്നതടക്കം സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഗൂഢാലോചനയിൽ പങ്കുചേർന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ആ ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള CPIയും അതിലെ തന്നെ MLA ആയിരുന്ന PV അൻവർ MLAയും അതിനു മുന്നേ അനി രാജ പറഞ്ഞത് അവരുടെ മുന്നണിയിൽ പെട്ട തന്നെ CPIയുടെ ദേശീയ നേതാവായ അനി രാജ പറഞ്ഞത് പോലീസിൽ RSS ഗ്യാങ് ഉണ്ട് എന്നാണ്. ഇങ്ങനെ നിരന്തരമായിട്ട് ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ ഒരുപാട് പ്രതിഷേധങ്ങൾക്കൊടുവില് അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റം നൽകുകയുണ്ടായി. നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുക, അതിന്റെ തുടർച്ചയിൽ എന്താണ് സംഭവിച്ചത്. ഒരാഴ്ച മുന്നെയാണ് MR അജിത് കുമാറിന് DGP ആയിട്ട് പ്രമോഷൻ നൽകിക്കൊണ്ട് കേരള സർക്കാർ തീരുമാനമുണ്ടായത്. ഇത് ഞാൻ പറഞ്ഞു വന്നത് CPMന്റെ അകത്ത് അല്ലെങ്കിൽ കേരള പോലീസിന്റെ അകത്ത് ഒരു RSS ഓപ്പറേഷൻ എന്നതിലപ്പുറത്ത് CPM തന്നെയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ നയനിലപാടുകളിലൂടെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കേരളത്തിൽ ഇപ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് സംഘപരിവാറിനെ ഈ ഹിന്ദുത്വ മത്സരത്തിൽ, ഹിന്ദുത്വയെ പുൽകുവാനുള്ള മത്സരത്തില് കേരളത്തില് RSSനെ മറികടന്ന് ആ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയിട്ടാണ് CPM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നിരന്തരമായിട്ട് ഈ പറഞ്ഞ സ്വഭാവത്തിൽ മുസ്ലിം സമൂഹത്തിനെതിരെ നിരന്തരമായിട്ട് ഈ വംശീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന് ഞാൻ സൂചിപ്പിച്ചു വന്നത് പോലീസിലായിരുന്നെങ്കിൽ മറ്റു ഓരോ ഘടകങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാലും CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് RSSന്റെ പ്രത്യയശാസ്ത്രങ്ങളോട് അല്ലെങ്കിൽ അതിനെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് RSSനേക്കാൾ വലിയൊരു RSS ആവാനുള്ള ശ്രമത്തിലപ്പുറത്തൊന്നുമല്ല എന്നാണ് SIOവിന് സൂചിപ്പിക്കുവാനുള്ളത്. അതാണ് മുന്നോക്ക സംവരണം കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന നിലക്ക് CPM
വളരെ അഭിമാനത്തോടു കൂടിയിട്ട് മുന്നോക്ക സംവരണം ഞങ്ങൾ നടപ്പിലാക്കി. ഈ നാട്ടിലുള്ള നിരന്തരമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ വിമോചനത്തിന് അവരെ സാമൂഹികമായി ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഭരണഘടനയിൽ വിഭാവന ചെയ്തിട്ടുള്ള റിസർവേഷൻ എന്ന സംവരണം എന്ന ഒരു സങ്കല്പത്തിന്റെ തന്നെ അടിവേരറുക്കുന്ന അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിനെ തന്നെ കീഴ്മേൽ മറയ്ക്കുന്ന സവർണ സംവരണം എന്ന മുന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണം ആദ്യമായി നടപ്പിലാക്കുക. RSSന്റെ അതേ നിലപാട് അത് നടപ്പിലാക്കുവാൻ ഞങ്ങൾ മുന്നോക്ക സംവരണം നടപ്പിലാക്കുവാൻ സന്നദ്ധമാണ്. RSS സന്നദ്ധമാണോ എന്ന് വെല്ലുവിളിക്കുന്ന സ്വഭാവത്തിൽ RSSനോട് സവർണ താല്പര്യങ്ങള് നടപ്പിലാക്കുന്നതില് ഈ വംശീയ പ്രത്യയശാസ്ത്രങ്ങള് നടപ്പിലാക്കുന്നതിൽ മത്സരിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് വിജയരാഘവന്റെ പ്രസ്താവനയെ കുറിച്ചിട്ട് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മുസ്ലിങ്ങൾക്കെതിരെ വംശീയപരമായ പ്രത്യയശാസ്ത്ര പ്രസ്താവനകൾ നടത്താനല്ലാതെ വാ തുറക്കാറില്ലാത്ത ആ മനുഷ്യന് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. പിറകിലേക്ക് അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും മലപ്പുറത്തെ ദേശീയപാത സമരക്കാരെ കുറിച്ചായാൽ ഈ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിക്കെതിരെ നോക്കൂ. ആ പ്രസ്താവനയിലുള്ള ഏറ്റവും വലിയ വൈരുദ്ധ്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി കോൺഗ്രസിന്റെ CPMന്റെ കേരളത്തിന്റെ പുറത്ത് CPMന്റെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ ഏറ്റവും സമുന്നതയായ ഒരു നേതാവിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളത് അതൊരു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് പോലും വർഗീയമാണെന്ന് പ്രചരിപ്പിക്കുക, അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രമായിട്ട് പറയുക എന്നുള്ളത് ഇത് നിരന്തരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ വംശീയ പ്രചരണങ്ങളുടെ തുടർച്ചയാണ്. ഇതിനെ അഭിമുഖീകരിക്കാതെ, ഇതിനെ ഈ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാതെ, ഇതിനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ച് അവരെ തിരുത്താതെ ഈ മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്നാണ് SAO മനസ്സിലാക്കുന്നത്. നേരത്തെ അംബേദ്കറുടെ അടുത്ത് വന്ന അന്നത്തെ CPMന്റെ ഡാങ്കെ അടക്കമുള്ള നേതാക്കളെ കുറിച്ചിട്ട് അംബേദ്കർ അതിനെ കുറിച്ചിട്ട് അഭിപ്രായം ചോദിച്ചപ്പോ അത് കുറച്ച് ബ്രാഹ്മൺ ചെറുപ്പക്കാരുടെ കൂട്ടമാണ് എന്ന് അംബേദ്കർ പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. അതിനുശേഷം കൻശിറാം ഇവിടുത്തെ മാർക്സിസ്റ്റുകളെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. ഇവിടുത്തെ ബ്രാഹ്മണിസം എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലിലെ വെള്ള പാമ്പുകളെ പോലെയാണ് എന്നാണ് കൻശിറാം പറഞ്ഞത്. അതിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം, പച്ചപ്പുല്ലിലെ വെള്ളപ്പാമ്പുകളാണ്. എന്നാൽ ഇവിടുത്തെ ബ്രാഹ്മണ മാർക്സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർ പച്ചപ്പുല്ലിലെ പച്ചപ്പാമ്പുകളാണ്. അവരുടെ വംശീയ അജണ്ടകളെ നമുക്ക് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. സൂക്ഷിച്ചു നോക്കിയാൽ വിഷം വമിപ്പിക്കുന്ന ആ പാമ്പുകളെ നമുക്ക് ആ പച്ചപ്പുല്ലിൽ നിന്ന് കാണുവാൻ സാധിക്കുമെന്ന് കൻശിറാം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ മനസ്സിലാക്കപ്പെടാൻ പ്രത്യേകിച്ച് വേർതിരിവുകളൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ മാർക്സിസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടുത്തെ മാർക്സിസ്റ്റുകൾ ഹിന്ദുത്വത്തെ, ഇവിടുത്തെ ബ്രാഹ്മണിക് ഐഡിയകളെ, പ്രത്യയശാസ്ത്രങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് എങ്ങനെയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മുസ്ലിങ്ങളുടെ ഓരോ സ്വാഭാവികമായി ജീവിതത്തിന്റെ ഓരോ നടപടികളെയും വംശീയവൽക്കരിച്ചുകൊണ്ട്, അതിനെ ഭീകരവൽക്കരിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട CPMകാരോട്, ഇവിടുത്തെ മാർക്സിസ്റ്റുകളോട് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ബംഗാളിലേക്കൊന്ന് നോക്കണം. 2002 അവിടെ ഇങ്ങനെ നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രി 2002 പറഞ്ഞ ഒരു പ്രസ്താവന, ബംഗാളിലെ മദ്രസകളിലെ ഭീകരവാദം, മുസ്ലിം ഭീകരവാദികൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ബംഗാളിലെ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കണം. ഇവിടുത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ ഹിന്ദുത്വയോട് അതിനേക്കാൾ ആ 2002 ഏതു വർഷം കൂടിയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. 2000-ലധികം മുസ്ലിങ്ങളെ
കൊന്നു തള്ളിയ ചുട്ടുകൊന്ന ഗുജറാത്ത് കലാപം നടന്ന ഹിന്ദുത്വ വരവറിയിച്ച ഒരു സമയത്താണ് ഇപ്പുറത്ത് അതിനോട് കിടപിടിക്കുന്ന സ്വഭാവത്തിൽ മുസ്ലിം ഭീകരവാദം ഈ നാട്ടിലുണ്ട് എന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യ പറയുന്നത്. ആ സ്വഭാവത്തിൽ ഇന്ന് കേരളത്തിലേക്കും RSS അതിന്റെ ആശയങ്ങൾ, അതിന്റെ പദ്ധതികൾ, അതിന്റെ നിഗൂഢ പദ്ധതികൾ, അത് മനുഷ്യരെ നിരന്തരമായിട്ട് വിവേചനത്തിനിരയാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും ഇവിടുത്തെ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മാർക്സിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോട് മത്സരിക്കാനാണ്. അതിനെ കവച്ചു വെച്ചുകൊണ്ട് കേരളത്തില് രാഷ്ട്രീയ ലാഭം നേടുവാനാണ്. എന്റെ പ്രിയപ്പെട്ട CPM-കാരോട് പറയുവാനുള്ളത്, നിങ്ങള് ബംഗാളിലെ പോലെ നിങ്ങൾ തകർന്നു പോകും എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ പ്രശ്നം. ഈ നാട്ടിൽ സമാധാനത്തോട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, സഹവർത്തിത്വത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ, അവരുടെ മനസ്സുകളെ പിളർത്തുവാനുള്ള പണികളാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ സ്വഭാവത്തിലുള്ള ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പുൽകിക്കൊണ്ടുള്ള ഓരോ നടപടികളെയും തെരുവിൽ ചോദ്യം ചെയ്തുകൊണ്ട്, ഞങ്ങളെല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഈ തെരുവിൽ ഈ ചെറുപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് SIO-വിന് പറയുവാനുള്ളത്. അങ്ങനെ നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ്, അങ്ങനെ നിങ്ങളുടെ ഈ പറഞ്ഞ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ തുറന്നു കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉറക്കത്തിലും ഉണർവിലുമൊക്കെയും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഔട്ട് ഓഫ് ഫോക്കസിനെ കുറിച്ചിട്ട്, അല്ലെ ദാവൂദ് സാഹിബിനെ കുറിച്ചിട്ട് നിരന്തരം അദ്ദേഹത്തിനെതിരെ ഈ ടൗണിലൊക്കെയും ഭഗത് സിംഗിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തേണ്ട അവസ്ഥയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ അത് തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എത്രത്തോളം വക്രീകരിച്ചുകൊണ്ടാണ്, എത്രത്തോളം ഒരു സത്യത്തിനെ എത്രത്തോളം വക്രീകരിച്ചുകൊണ്ടാണ് അവര് DYFI എന്നുള്ള വലിയ സമര പാരമ്പര്യമൊക്കെയുള്ള ഒരു സംഘടന കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് ഒരു മനുഷ്യനെതിരെ മാത്രം നിരന്തരമായിട്ട് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട DYFI-കാരോട്, CPM-കാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ആ കട്ട് ചെയ്ത് കണ്ട ഭാഗം, ദാവൂദ് സാഹിബ് വിശദീകരിച്ച കട്ട് ചെയ്ത് കണ്ട ആ ഭാഗം മുഴുവനായി കണ്ടാൽ അത് നിങ്ങൾക്ക് കൂടിയിട്ടുള്ള മറുപടി അതിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അത് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യനെ ഭീകരവാദിയാക്കുന്നത്, തീവ്രവാദിയാക്കുന്നത്, അതിന്റെ സാമൂഹ്യ സാഹചര്യം എന്താണ്, അതിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് ദാവൂദ് സാഹിബ് ആ ഔട്ട് ഓഫ് ഫോക്കസിലെ ആ വിശദീകരണം ഉള്ളത്. അതിനെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അസത്യമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ അതിനെ ഈ നാട്ടിലുള്ള സാമൂഹിക കാലാവസ്ഥയെ നശിപ്പിക്കുവാനുള്ള ഉപയോഗിക്കുകയും, ഇത് മാത്രമല്ല CPM ഇത് മാത്രമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വത്തെ ഒരു ഭാഗത്ത് ഹിന്ദുത്വത്തെ ഇങ്ങനെ പുൽകിക്കൊണ്ടിരിക്കുകയും മറുഭാഗത്ത് ഞങ്ങളാണ് മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ളത്, ഞങ്ങളാണ് ഇവിടുത്തെ പൊതുസമൂഹത്തെ സംരക്ഷിക്കാനുള്ളത്, ഞങ്ങളാണ് സംഘപരിവാറിനെ ചെറുക്കുവാനുള്ള ആകെ ശേഷിയുള്ള ആളുകളെന്ന് പറഞ്ഞു ഒരു ഭാഗത്ത് വേട്ടക്കാരനോടൊപ്പം ഓടുകയും ഇപ്പുറത്ത് ഇരകളോട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം, നിങ്ങളൊന്നും മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട CPM-കാരോട്, DYFI-കാരോട്, മാർക്സിസ്റ്റുകളോട് നമുക്ക് പറയുവാനുള്ളത്, അങ്ങനെ ഒരു സംരക്ഷണ അമ്മമാരുടെയും സംരക്ഷണത്തിൽ കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയ ഒരു സമുദായവും സമൂഹവുമാണ് ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനെ തടയിടുവാൻ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-കാരോട് പറയുവാനുള്ളത്, ഇത് നിങ്ങളെ മാത്രം തകർക്കുന്ന ഒരു പദ്ധതിയല്ല, നിങ്ങൾ എടുത്തണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം എന്നുള്ളത് നിങ്ങളെ മാത്രം തകർക്കുന്ന ഒന്നല്ല, അതിലപ്പുറത്തേക്ക് ഈ സമൂഹത്തെ ഒന്നടങ്കം തകർക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും വെളിവാകുന്നതാണ്. ഏറ്റവും അവസാനം നമുക്കറിയാം RSS അതിന്റെ മറുപതിപ്പായ കാസയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളെയും മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവ സമുദായങ്ങളെയും തമ്മിൽ തെറ്റിപ്പിക്കുവാനുള്ള ഓപ്പറേഷനുകൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളെ അതിൽ അവർ ഒരുപാട് തരത്തിലുള്ള ഓപ്പറേഷൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം മുനമ്പം വിഷയത്തില് CPM സ്വീകരിച്ച നിലപാട് നമ്മൾ പരിശോധിച്ചു നോക്കുക. രണ്ട് സമൂഹങ്ങൾക്ക് തമ്മിൽ വേർതിരിവുണ്ടാക്കുവാൻ, തമ്മിലടിപ്പിക്കുവാൻ കാസയും RSS-ഉം ഒക്കെ മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് നിരന്തരം തമ്മിലടിപ്പിക്കുവാനുള്ള
ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കെ ഒന്നും മിണ്ടാതെ, അതിൽ കക്ഷിയായ വഖഫ് ബോർഡോ ഇവിടുത്തെ കേരള സർക്കാരോ ഒന്നും മിണ്ടാതെ, പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ഈ പറഞ്ഞ വേർതിരിവിന്റെ എല്ലാം ലാഭനഷ്ടങ്ങൾ കിട്ടിയതിനു ശേഷം, ആ ഇലക്ഷന് ശേഷമാണ് വാ തുറന്ന് അതിലെ നിജസ്ഥിതി സമൂഹത്തോട് പറയുന്നത്. ഇതേ സ്വഭാവത്തിലാണ് നേരത്തെ മദ്രസാധ്യാപകരുടെ ശമ്പളത്തെ കുറിച്ചായാൽ, ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അധികാരത്തിലുള്ള പ്രാതിനിധ്യത്തെ കുറിച്ചായാൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ നാട്ടിൽ RSS നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കഥകളെല്ലാം തങ്ങളുടെ ലാഭത്തിനു വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ അതിനെ ലാഭക്കണക്കിലേക്ക് കൂട്ടാമെന്നുമാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് CPM-നോട് പറയുവാനുള്ളത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി നിങ്ങൾ നിർത്തണം. നിങ്ങൾ ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പുൽകുന്നത്, അത് വെച്ച് ഈ നാടിനെ നശിപ്പിക്കുന്നതിൽ നിന്ന്, ഈ നാട്ടിലുള്ള മനുഷ്യർക്കിടയിൽ വിവേചനം കൽപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്നാണ് SIOവിന് ആവശ്യപ്പെടുവാനുള്ളത്. ഇതൊക്കെയും CPM ചെയ്തുകൊണ്ടിരിക്കെ CPM പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ CPM-ന്റെ ഇസ്ലാമിക രാഷ്ട്രീയത്തിലെ സൈദ്ധാന്തികൻ പി ജയരാജൻ എഴുതിയ ബുക്കടക്കം പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുന്നതാണ്, അല്ലെങ്കിൽ SDPIക്കെതിരെ പറയുന്നതാണ്, അത് മൊത്തം മുസ്ലിം സമുദായത്തെ കുറിച്ചല്ല എന്നാണ്. കഴിഞ്ഞ ദിവസം വിജയരാഘവനും അത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവരെ കുറിച്ചിട്ടാണ് പറയുന്നത്, ചെറിയ ഭാഗത്തിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊക്കെ നല്ലവരാണ്, ഞങ്ങൾ ജമാഅത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട CPM-കാരോട്, മാർക്സിസ്റ്റുകളോട്, അങ്ങനെ പറഞ്ഞ് വിഡ്ഢികളാക്കാൻ പറ്റുന്ന ഒരു സമുദായമല്ല ഇത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ പ്രസ്താവനയുടെ തൊട്ടു ഉടനെ തന്നെ സമസ്ത AP EK വിഭാഗങ്ങളും മുജാഹിദ് വിഭാഗങ്ങളും ഈ നാട്ടിലെ മുഴുവൻ മുസ്ലിം സമുദായ സംഘടനകളും നിങ്ങളുടെ ഇസ്ലാമോഫോബിയക്കെതിരെ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ നിങ്ങൾക്ക് വേർതിരിച്ച് പറയുന്ന ഒന്നല്ല ഇത് എന്ന്, മുസ്ലിം സമുദായത്തിനെതിരെ നിങ്ങൾ ഓപ്പണായി നടത്തുന്ന ഫയറിംഗ് ആണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമുദായമാണിതെന്ന്, ഒരു സമൂഹമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് തന്നെയും വന്നാൽ, നിങ്ങളുടെ വിമർശനത്തിന് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് തന്നെയും വന്നാൽ, എളുപ്പത്തിൽ സംഘപരിവാറിന്റെ മതരാഷ്ട്രവാദം, ജമാഅത്തെ ഇസ്ലാമിയുടേതും മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ് സമീകരിച്ച് അതിനെ ഭീകരവൽക്കരിക്കുവാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താണ് സംഘപരിവാർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സംഘപരിവാർ ഈ നാട്ടിലുള്ള ജനാധിപത്യത്തിനെയും ദേശീയതയും ഒക്കെ, അതിന്റെ ജനാധിപത്യത്തിന്റെ ഭൂരിപക്ഷാധിപത്യം എന്നുള്ളതിനെ ഉപയോഗിക്കുവാൻ, ഭൂരിപക്ഷാധിപത്യത്തിനെ വംശീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഈ നാട്ടിലുള്ള മനുഷ്യരെ കോളം തിരിച്ച് അവരെ സവർണരെന്നും അവർണരെന്നും മുസ്ലിങ്ങളെന്നും ന്യൂനപക്ഷങ്ങളെന്നും മാർക്സിസ്റ്റുകളെന്നും ഒക്കെ വേർതിരിച്ച് ഓരോ മനുഷ്യരോടും അനീതി ചെയ്യുവാനും നീതി ചെയ്യുവാനുമുള്ള മാനദണ്ഡങ്ങൾ ഇവരുടെ ജനനത്തിനെയും ഇവരുടെ ജാതിയെയും ഗോത്രത്തിനെയും ഒക്കെ മാറ്റുന്ന, അങ്ങനെ ഈ നാട്ടിലെ വംശീയമായ ഒരു പ്രത്യയശാസ്ത്രത്തിനെ ഭൂരിപക്ഷാധിപത്യത്തോടു കൂടിയിട്ട് ദേശീയതയുടെ അതിന്റെ ആക്രമണോത്സുകതയെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വംശീയ രാഷ്ട്രത്തിനെ, അതിനെ ഇപ്പുറത്ത് മദീനയിൽ മക്കം ഫത്വോട് കൂടിയിട്ട്, അല്ലെങ്കിൽ മദീനയിൽ പ്രവാചകൻ ഉദ്ഘോഷിച്ച സാമൂഹ്യ നീതിയുടെ, സഹവർത്തിത്വത്തിന്റെ, നീതിയുടെ ഒരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് സംസാരിക്കുന്ന, അതിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള മനുഷ്യരോട് ജനാധിപത്യം എന്ന പ്രത്യയശാസ്ത്രമായാലും ദേശീയത എന്ന ആക്രമണോത്സുകത ദേശീയതയായാലും അതിനോടുള്ള വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, CAA എന്നുള്ള പൗരത്വ ഭേദഗതി നിയമം എന്നുള്ളത് നമ്മൾ നിരന്തരം സംസാരിച്ച ഒന്നാണ്. എങ്ങനെയാണ് അങ്ങനെയൊരു നിയമം ഈ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ടത്? അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അത് ടെക്നിക്കലി പറഞ്ഞാൽ ജനാധിപത്യപരമായി ഈ നാട്ടിൽ നടപ്പിലാക്കപ്പെട്ട ഒരു നിയമത്തിന്റെ പേരാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്നുള്ളത്. ഭരണഘടനാനുസൃതമായി നടന്ന ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാര് ചേർന്നിരുന്ന് പാർലമെന്റിൽ നിന്ന് പാസാക്കിയ ഒരു നിയമത്തിന്റെ പേരാണ് CAA എന്നുള്ളത്.
ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, മനുഷ്യർക്ക് മേൽ മനുഷ്യരുടെ ആധിപത്യമാകുമ്പോൾ ഭൂരിപക്ഷാധിപത്യം ഈ അർത്ഥത്തിൽ മനുഷ്യരോട് വംശീയമായിട്ട് പെരുമാറുവാൻ, ആധിപത്യം പുലർത്തുവാൻ, അവരെ ഈ നാട്ടിൽ നിന്ന് അനീതി ചെയ്യുവാൻ ഉപയോഗിക്കപ്പെടുമെന്നുള്ള മൗലികമായ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ പ്രത്യയശാസ്ത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. ഈ പറഞ്ഞ നീതിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനെയും അനീതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തട്ടുകളായി തിരിച്ചുകൊണ്ടുള്ള വംശീയ ബ്രാഹ്മണിക് ആയിട്ടുള്ള സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിനെയും മതരാഷ്ട്രവാദം എന്നുള്ള അവര് കൽപ്പിച്ചു നൽകുന്ന സംവർഗങ്ങളെ അർത്ഥതലങ്ങളുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭീകരവൽക്കരിക്കുവാനും എന്നിട്ട് ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുവാനും ഈ സമൂഹത്തോട് ആക്രോശിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ സംസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട മാർക്സിസ്റ്റുകാരോട്, CPM-കാരോട്, ഈ നാട്ടുകാരോട് സൂചിപ്പിക്കുവാൻ CPM-ന്റെ ഈ പോക്കെന്നുള്ളത് ഹിന്ദുത്വ മാർക്സിസത്തിലേക്കുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തിന്റെ പരകായ പ്രവേശം എന്നുള്ളത് അവർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ പ്രത്യയശാസ്ത്ര പരീക്ഷണങ്ങളുടെ തുടർച്ചയിൽ സംഭവിക്കുന്നതാണ്. മനുഷ്യ നിർമ്മിതമായ ആ ഒരു പ്രത്യയശാസ്ത്രം ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരോട് അധികാരത്തിന്റെ ബലത്തിൽ ചെയ്ത ഒന്നിനെ തന്നെ ഇന്ത്യയിൽ പല രൂപത്തിൽ ഹിന്ദുത്വയെ പുൽകിക്കൊണ്ട് ചെയ്യണമെന്നാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരീക്ഷണത്തിലൂടെ RSS-നെയും മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ഹിന്ദുത്വവാദികളാകാൻ കഴിയും എന്ന ശ്രമമാണ്. അത് അടുത്ത ഇലക്ഷനെയും അതിന്റെ അടുത്ത ഇലക്ഷനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, SIO-വിന് സൂചിപ്പിക്കുവാനുള്ളത്, അതിനു മുന്നിൽ കീഴുതുങ്ങി നിൽക്കുവാൻ, അതിനു മുന്നിൽ മുട്ടുകാലും അടക്കി നിൽക്കുവാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ അനീതികൾക്കും സംഘപരിവാറിന് മണ്ണൊരുക്കുന്നതിനു വേണ്ടി, സംഘപരിവാറിനേക്കാൾ വേഗത്തില് ഈ നാട്ടിലുള്ള സാമൂഹിക നീതിയെയും സഹവർത്തിത്വത്തെയും സമാധാനത്തെയും നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പദ്ധതികൾക്കെതിരെയും ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, ഈ മണ്ണിൽ വേരു നിന്നുകൊണ്ട് പ്രതിരോധമുയർത്തുന്ന ഒരു ചെറുപ്പം ഈ മണ്ണിലുണ്ടാകുമെന്ന് പ്രഖ്യാപിപ്പിക്കുവാനാണ് SIO ആഗ്രഹിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള സംവാദങ്ങൾ, ആ അർത്ഥത്തിൽ നിങ്ങളോടുള്ള പ്രതിരോധങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹിന്ദുത്വ മാർക്സിസത്തിനെതിരെ എന്ന തലക്കെട്ടിൽ SIO കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പൊതുസമ്മേളനം അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.